എന്തുണ്ടായി? എങ്ങനെയുണ്ടായി? ആരതിനനുവദിച്ചു? ഇല്ല ഇല്ല ഇല്ല, ഇത് ശരിയായില്ല. ശിവപാർവതി വിവാഹം മറ്റുള്ളവർക്ക് ശുഭമായിരിക്കാം, പക്ഷേ എനിക്ക് അശുഭമാണ്. ശിവപാർവതി വിവാഹം നടന്നു കഴിഞ്ഞു മഹാരാജൻ. ഇനി എന്ത് ചെയ്യണമെന്നാണ് തീരുമാനിക്കേണ്ടത്? ഇല്ല ഇല്ല, ഇനി ആലോചിച്ചിട്ട് എന്ത് പ്രയോജനം മഹാരാജൻ? പിന്നെ ഞാൻ എന്ത് വേണം? നൃത്തം ചെയ്യണോ, തപസ് ചെയ്യണോ, അതോ ചാടിക്കളിക്കണോ? എന്ത് വേണം? ഇതുകൊണ്ടെല്ലാം എന്തുണ്ടാകാനാ? ഉപായം കണ്ടുപിടിക്കണ സുരാജ, ഉപായം. ഉപായം ഉപായം ഉപായം, നീ തന്നെ കണ്ടുപിടിക്കും ഉപായം. പറയാ. ഞാനോ? എനിക്ക് കേവലം പറയാനേ ആകൂ. ഉപായം അങ്ങ് തന്നെ കാണണം മഹാരാജൻ. എന്നാ നീ തന്നെ പറയാ. ശിവപാർവതി വിവാഹം നടന്നു കഴിഞ്ഞു, പക്ഷെ ദേവീദേവന്മാർ തിരിച്ചെത്താൻ സമയമെടുക്കും. ഈ സമയം അനുകൂലവും ഉചിതവുമാണ്. സ്വർഗത്തിൽ ആക്രമണം നടത്തി അവിടെ നമ്മുടെ അധികാരം സ്ഥാപിക്കണം. വിളംബം കൂടാതെ ആക്രമിച്ചാൽ നിശ്ചയമായും വിജയം വരിക്കാം. സേനാപതി, സൈന്യം തയ്യാറാക്ക്. നാം ഇപ്പോൾ തന്നെ സ്വർഗത്തെ ആക്രമിക്കുന്നതാണ്. ആക്രമിക്കാം. വീരയോദ്ധാക്കളെ, നാം നക്ഷത്ര ലോകത്തിൽ പ്രവേശിക്കാൻ പോകുന്നു. മുന്നേറ് സ്വർഗത്തിലേക്ക്. ഇതെന്താണ്? ഇതെന്താണ്? സപ്തർഷിമാരെ, അതേ താരകാസുര, സ്വർഗലോകത്തിലല്ല നക്ഷത്രലോകത്തിലും നിനക്ക് പ്രവേശിക്കാനാകില്ല. എനിക്ക് സാധിക്കും. എന്താ നിങ്ങൾക്ക് എന്റെ ശക്തി അറിയില്ലെന്നുണ്ടോ? ശക്തി നിന്റെ പക്കൽ എവിടെയാണുള്ളത്? താരകാസുര, നീ ബ്രഹ്മദേവന്റെ വരദാനത്തെ നിന്റെ ശക്തിയായി കരുതുന്നോ? താരകാസുരന്റെ ശക്തിയെ ചോദ്യം ചെയ്യാൻ ആർക്കാണ് സാധിക്കുക? അഹങ്കാരാധിക്യം കൊണ്ട് നീ സത്യം മറക്കുന്നു താരകാസുര. ശിവവിവാഹത്തിന്റെ ശുഭാവസരത്തിൽ ലാഭമെടുക്കാനുള്ള നിന്റെ ഉദ്ദേശം ഒരിക്കലും സഫലമാകില്ല. അതെ, സ്വർഗം സുരക്ഷിതമാണ് ദാനവ. പക്ഷെ നിന്റെ പ്രവൃത്തി മൂലം നിന്റെ സുരക്ഷ സ്വയം നശിപ്പിച്ചു. നിന്റെ അഹങ്കാരപൂർണമായ ഹാസം നിന്റെ നാശത്തിന് കാരണമാകും താരകാസുര. ഈ ദേവാദിദേവൻ മഹേശ്വരനെ എതിർക്കാൻ ദുസാഹസം കാണിക്കുന്നു. ദേവേശ്വരൻ അറിയാമായിരുന്നു ദേവന്മാരുടെ സ്വർഗത്തിലെ അസാന്നിധ്യം നീ ദുരുപയോഗപ്പെടുത്തുമെന്ന്. നീ തോൽപ്പിക്കപ്പെടണമെന്നത് പൂർവനിശ്ചിതമാണ്. എന്റെ മാർഗം തടയുന്ന ഏത് ഉപരോധത്തെയും ചെറുക്കുവാനുള്ള ശക്തി എനിക്കുണ്ട്. ബുദ്ധിശൂന്യം, നീ ഉടനെ ഇവിടം വിട്ടുപോ. അല്ലെങ്കിൽ നീ പൃഥ്വിലോകത്തിൽ ഒരിക്കലും തിരിച്ചെത്തില്ല. ഞാൻ പോകണ? ഏതുദ്ദേശത്തിലാണോ ഞാൻ വന്നത് അത് പൂർത്തിയാക്കാതെ തിരിച്ചു പോകണമെന്നോ? ശിവപാർവതി വിവാഹം സമ്പൂർത്തിയാക്കി നിങ്ങൾ ശിവപുത്ര ഉൽപ്പത്തിക്ക് സന്ദർഭമുണ്ടാക്കിയിരിക്കുന്നു. അതായത് എന്റെ വധത്തിനുള്ള വഴിയൊരുക്കാൻ ശ്രമിച്ചു നിങ്ങൾ. ഞാൻ നിങ്ങളുടെ എല്ലാം വിനാശത്തിനുള്ള വഴിയൊരുക്കാൻ പോകുന്നു. വീരദാനവന്മാരെ,
ആക്രമിക്കീ ദുർബുദ്ധികളെ, ഋഷിമാരെ. ഏ വസിഷ്ഠ, എന്നോട് എതിർക്ക്. വാ, എന്നോട് യുദ്ധം ചെയ്യ. മൂർത്തിവര മന്ത്രം കൊണ്ട് ഞാൻ നിന്നെ സ്ഥിരനാക്കിയിരിക്കുന്നു. നോക്ക് നോക്ക് എന്റെ സേനയുടെ വിരാട് ലീല. സ്ഥിരമന്ത്രത്തിൽ നിന്ന് ഞാൻ നിന്നെ മുക്തനാക്കുന്നു. തന്റെ പരാജയം അംഗീകരിച്ച് സ്വന്തം പ്രാണൻ രക്ഷിക്ക്. പോ, ഇവിടുന്ന് പോ. താരകാസുരൻ അസുര സമ്രാട്ട് അപരാധിയോ? ഇല്ല, ഇല്ല, ദുഷ്ട, ഇല്ല, നീ എളുപ്പം മാനിക്കില്ല. ഇല്ല. നോക്ക്, ഇതാ നോക്ക്. പ്രഭു, ശിവപാർവതി വിവാഹം ആർഭാടത്തോടെ സമ്പൂർണമായി. ഇനി നാം സ്വന്തം സ്ഥാനങ്ങളിലേക്ക് തിരിച്ചു പോകണം. ദേവരാജ, വിവാഹം കഴിഞ്ഞു. പക്ഷേ ചില ചടങ്ങുകളും ആചാരങ്ങളും അവശേഷിക്കുന്നു. അതെ, നമുക്ക് കുറച്ചു സമയം കാത്തിരിക്കേണ്ടതായി വരും. നാരായണ നാരായണ നാരായണ. ഭ്രമണവൃത്തം പൂർത്തിയാക്കിയില്ലേ നാരദ? ശ്രീഹരി, ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് പോകുന്നുവോ അപ്പോൾ മാത്രമേ എന്റെ ഭ്രമണവൃത്തം പൂർത്തിയാകുന്നുള്ളൂ. പക്ഷെ അങ്ങും പരംപിത ബ്രഹ്മാവും പിന്നെ ത്രികാലദർശി പരമശിവനും പ്രത്യക്ഷമാകാതെ തന്നെ പരോക്ഷ ശക്തി കൊണ്ട് എല്ലാ കാര്യവും വളരെ സഹജമായി സമ്പൂർണമാക്കുന്നു.